ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മുടെ 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 7th ചാപ്റ്റർ മാജിക് ഓഫ് സെൻസസ് എന്ന ചാപ്റ്ററിലെ ലെറ്റേഴ്സ് ആക്സസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ഒക്കെ നന്നായിട്ട് കേട്ടതിന് ശേഷം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിക്കാം കേട്ടോ. ഓക്കെ. There are restrictions in working hours during extreme summer. What may be the reason? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് നമുക്കറിയാം, ദുബായിലൊക്കെ ചൂടൊക്കെ നന്നായിട്ട് കൂടിയാൽ വർക്ക് അവർ ചെയ്യുന്ന ജോലിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. എന്താണ് അതിന് കാരണം എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഡ്യൂറിങ് സമ്മർ പീപ്പിൾ സ്വെറ്റ് എക്സസീവ്ലി. സമ്മർ ആകുമ്പോൾ എന്താണ്, ചൂടുകാലമാകുമ്പോൾ, വേനൽക്കാലമാകുമ്പോൾ എന്താണ്, നമ്മൾ നന്നായിട്ട് തന്നെ വിയർക്കും. ആ കാരണം കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ വിയർക്കാൻ കാരണം? ബിക്കോസ് ഓഫ് എക്സ്ട്രീം ലെവൽ ഹീറ്റ് അല്ലേ. എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റ്, നല്ല ചൂട് കൊണ്ട് നമ്മൾ നന്നായിട്ട് വിയർക്കും. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. ദാറ്റ് ലീഡ്സ് ടു ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ വെള്ളം അല്ലേ, ചൂട് കാരണം വെള്ളം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരിക. നമുക്ക് വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ലല്ലോ നമ്മൾ ചൂട് കാലത്ത് അല്ലേ. നമുക്ക് ഭയങ്കര ദാഹമല്ലേ ഉണ്ടാവുക. അപ്പം നമ്മൾ നന്നായിട്ട് വെയിലത്തും കൂടി ഇറങ്ങി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ചൂട് കൂടുന്നത് കൊണ്ട് നമുക്ക് സൂര്യാഘാതം ഏൽക്കാനും ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് എൻ ഒബ്ജക്റ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ സൈറ്റ്, ഹിയറിംഗ് ആൻഡ് ടച്ച്. അപ്പം നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ്, മീൻസ് ഒരു വസ്തുവിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നമ്മൾ ഈ സൈറ്റ്, ഹിയറിങ്, അതുപോലെ തന്നെ ടച്ച് എന്നിവയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സൈറ്റിലൂടെ നമുക്ക് കണ്ടിട്ട് നമുക്ക് എന്തൊക്കെ തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സൈസ്, അതിൻ്റെ കളറ്, അതിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഹിയറിങ് ആണെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ പൊസിഷന്, അതിൻ്റെ ലൗഡ്നെസ്, അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ടച്ചിലൂടെ ടച്ച് ചെയ്താലും നമുക്ക് അതിൻ്റെ സൈസും ഷേപ്പും ഹോട്ട്നെസ്, കോൾഡ്നെസ്, മീൻസ് തണുപ്പാണോ ചൂടാണോ എന്നൊക്കെ നമുക്ക് തൊട്ടാൽ തിരിച്ചറിയാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി തേർഡ് ക്വസ്റ്റ്യന്, ദി സ്പെഷ്യൽ ഓർഗൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ മാർക്ക്ഡ് ഇൻ ദി പിക്ചർ. നമ്മൾ താഴെ നോക്കിയാൽ കാണാം അല്ലേ. ആ പിക്ചറിൽ ക്യാറ്റ് ഉണ്ട്, എലഫൻ്റ് ഉണ്ട്, ഒരു മോസ്കിറ്റോ ഉണ്ട്, ഒരു കോക്രോച്ച് ഉണ്ട്. അവരുടെ സ്പെഷ്യൽ ഓർഗനൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദം ഹെൽപ്പ് ദ ക്രിയേച്ചേഴ്സ്. അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും വേണം. അതെങ്ങനെയാണ് നമ്മുടെ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എഴുതാനാണ് പറയുന്നത്. നമ്മുടെ ക്യാറ്റ് അല്ലേ, ക്യാറ്റിന് വിസ്കസ് അല്ലേ, അതിൻ്റെ എന്താ പറയുക, മീശ. ഓക്കെ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഗെറ്റ് ഇൻഫോർമേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ, എൻവയോൺമെൻറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ മീശ ഉപയോഗിക്കുന്നത്. ഇനിയോ എലഫൻറ്റിനോ പ്രോബോസിസ്, അതിൻ്റെ തുമ്പിക്കൈ ടു ഫീഡ്, ഫുഡ് കഴിക്കാൻ, ടു ബ്രീത്ത് ചെയ്യാൻ, ടു ഹാൻഡിൽ ഒബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ അല്ലേ. ഓക്കെ, നമ്മുടെ മോസ്കിറ്റോയ്ക്കും ക്രോക്രോച്ചിനും എന്തുണ്ട്? ആൻറ്റിന ഉണ്ട് അല്ലേ. അതെന്തിനാ? അതും സറൗണ്ടിങ്ങിൻ്റെ ആൻറ്റിന, ക്രോക്രോച്ചിൻ്റെ ഒക്കെ മീശ എന്ന് ഉദ്ദേശിക്കുന്ന കേട്ടോ. അപ്പോൾ അതും ഇൻഫോർമേഷൻ എബൌട്ട് ദി സറൗണ്ടിങ്സിനെ കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ 3 ക്വസ്റ്റ്യൻ ആണല്ലോ ലെറ്റേഴ്സ് ആക്സസിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ബാക്കി സെക്കൻഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, സെക്കൻഡ് പോർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്നും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ വീഡിയോ ലോങ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് ഇഫ് വാട്ടർ ഗെറ്റ്സ് ഇൻ ടു ദ ഇയർ? എന്താണ്? ഇറ്റ് മേ കോസ് ഇഞ്ചുറി ഓർ ഇൻഫെക്ഷൻ ലീഡിങ് ടു ഇയർ ഏക്ക് ഓർ ഹിയറിംഗ് ലോസ് അല്ലേ. എന്താണ് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം പോയാൽ സംഭവിക്കുന്നത്? നമുക്ക് ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ ഇഞ്ചുറി, മുറിവ് സംഭവിക്കും. അത് കാരണം കൊണ്ട് നമ്മുടെ ഇയറേക്ക് നമുക്ക് ചെവി വേദന വരും, അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ്, നമ്മുടെ കേൾവി ശക്തി തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. വാട്ട് ഷുഡ് വി അവോയ്ഡ് പുട്ടിങ് ഇൻ അവർ ഇയേഴ്സ്? നമ്മുടെ ചെവിയിൽ നമ്മൾ ഇടാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്ട്സ് ലൈക്ക് പെൻസിൽ, പെൻ, മാച്ച് സ്റ്റിക്ക് ആൻഡ് സേഫ്റ്റി പിൻസ് ഷുഡ് നോട്ട് ബി ഇൻസേർട്ടഡ് ഇൻ ടു ദി ഇയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഹിയറിംഗ് എയ്ഡ്സ്? എന്താണ് ഹിയറിംഗ് എയ്ഡ്? Hearing aids are devices that increase sound, volume and clarity.
ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഹിയറിംഗ് ലോസ് അല്ലേ. ആ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടി എന്താണ്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഡിവൈസാണ് ഹിയറിംഗ് എയ്ഡ്. ഈ ഹിയറിംഗ് എയ്ഡ് എന്താ ചെയ്യുക, അത് സൗണ്ട് ഇൻക്രീസ് ചെയ്യും, വോളിയം ക്ലാരിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി? എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സർജറി ടു ഇംപ്ലാന്റ് ദി കോക്ലിയ ഇൻസൈഡ് ദ ഇയർ ടു കറക്റ്റ് കൺജനൈറ്റൽ ഹിയറിംഗ് ലോസ് അല്ലേ. എന്താണ്, നമുക്ക് ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്ലിയ എന്ത് ചെയ്യും, മാറ്റി വെക്കും. നമ്മുടെ ചെവിയിലുള്ള കോക്ലിയ മാറ്റി വെക്കുന്ന ആ ശാസ്ത്രക്രിയക്കാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് കോസ് സോഴ്സ് ഓഫ് സ്മെൽ ഡ്യൂറിങ് എ കോൾഡ്? എന്താണ് കോൾഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്മെല്ല് അറിയാത്തത്? നമുക്കറിയാം, നമ്മുടെ മൂക്കിൽ നേസൽ സെക്രീഷൻ കൂടുമ്പോൾ ഓർഡർ പാർട്ടിക്കിൾസ്, ആ സ്മെല്ല് വരുന്ന ആ പാർട്ടിക്കിൾസ്, സ്മെല്ലുള്ള ആ പാർട്ടിക്കിൾസ് നമ്മുടെ സ്മെൽ ഡിറ്റക്റ്റിംഗ് സെൽസിൻ്റെ അടുത്തേക്ക് എത്തൂല. അതെവിടെ, ഈ സെക്രീഷനിൽ തടഞ്ഞങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് കോൾഡ് ഉണ്ടാകുമ്പോൾ സ്മെല്ല് അറിയാത്തത്. എക്സസ് നേസൽ സെക്രീഷൻ ബ്ലോക്സ് ഓർഡർ പാർട്ടിക്കിൾസ് ഫ്രം റീച്ചിങ് സ്മെൽ ഡിറ്റക്റ്റിംഗ് സെൽ. നേസൽ സെക്രീഷൻ എന്ത് ചെയ്യും, കൂടുതലുള്ള നേസൽ സെക്രീഷൻ ബ്ലോക്ക് ചെയ്യും ഓർഡർ പാർട്ടിക്കിൾസിനെ. എന്തിനാണ് ബ്ലോക്ക് ചെയ്യണത്? അവർക്ക് ആ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർക്ക് എവിടെ എത്താൻ കഴിയില്ല, സ്മെൽ ഡിറ്റക്റ്റിംഗ് സെൽസിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്മെൽ അറിയാത്തത്. ഇനി ഹൗ ഡസ് ദ നോസ് ഹെൽപ്പ് ആസ് പാർട്ട് ഫ്രം സ്മെല്ലിങ്? നോസ് എങ്ങനെയാണ് ഈ സ്മെല്ലിങ് അല്ലാത്ത വേറെ എന്ത് ഫങ്ഷനാണ് നോസ് ചെയ്യുന്നത്? ദ നോസ് ഹെൽപ്പ് അസ് ബ്രീത്ത്. നമുക്ക് നോസ് എന്ത് ചെയ്യും, ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെയോ റിമൂവ്സ് ഡസ്റ്റ് ആൻഡ് പാത്തോജൻസ് ത്രൂ നേസൽ സെക്രീഷൻ വഴി നമ്മുടെ പാത്തോജൻസിനെ അതുപോലെ തന്നെ ഡസ്റ്റിനൊക്കെ റിമൂവ് ചെയ്യും. വാട്ട് പ്രിക്കോഷൻ ഷുഡ് വി ടേക്ക് ടു പ്രൊട്ടക്ട് ദ നോസ് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, മുൻകരുതലുകൾ എടുക്കണം? അവോയ്ഡ് പുട്ടിങ് ഒബ്ജക്ട്സ് ഇൻസൈഡ് ദ നോസ്, ഡു നോട്ട് ബ്ലോ ദ നോസ് ഫോഴ്സ്ഫുള്ളി. ഓക്കെ, ഹൗ ക്യാൻ വി അവോയ്ഡ് സ്പ്രെഡിങ് ജേംസ് വൈൽ സ്നീസിങ് ഓർ കഫിങ്? നമ്മൾ തുമ്മുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക കുരക്കല ചുമക്കുമ്പോഴൊക്കെ ജേംസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഹാൻഡ് അല്ലേ, ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ് ഉപയോഗിച്ച് നമ്മുടെ നോസും മൗത്തും കവർ ചെയ്യണം. അതേപോലെ വേറൊരാൾ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് യൂസ് ചെയ്യാതിരിക്കണം. അവോയ്ഡ് യൂസിങ് അതേഴ്സ് ഹാൻഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഹൗ ഡു വി സെൻസ് ദ ടേസ്റ്റ് ഓഫ് ഫുഡ്? ടേസ്റ്റ് ഈസ് സെൻസ്ഡ് വെൻ ഫുഡ് മിക്സസ് വിത്ത് സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ്സ് ടേസ്റ്റ് ബഡ്സ് അല്ലേ. എങ്ങനെയാണ് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയാം? ആ ഫുഡ് എന്ത് ചെയ്യും, നമ്മുടെ സലൈവയുമായിട്ട് മിക്സ് ആകും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ അറിയുന്നില്ലേ ഒരു ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമ്മൾ അറിയുന്നത്. വെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു സെൻസ് ദ ട്രൂ ടേസ്റ്റ് ഓഫ് ഫുഡ്? എപ്പോഴാണ് നമ്മൾ ട്രൂ ടേസ്റ്റ് അറിയുന്നത്? ഇതിപ്പോഴാണ് നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ അല്ലേ, സലൈവുമായിട്ട് മിക്സ് ചെയ്ത് ചവച്ചരയ്ക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നെക്സ്റ്റ്, ഡസ് ദ ടങ് ഓൺലി ഹെൽപ്പ് ഇൻ ടേസ്റ്റിംഗ്? നമ്മുടെ നാവ് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ? അല്ല, വേറെ എന്തൊക്കെ പണിയുണ്ട് നമ്മുടെ ടങ്ങിന്? ടങ് ആൾസോ ഹെൽപ്സ് ഇൻ ടോക്കിംഗ്, ച്യൂയിങ് ആൻഡ് സ്വാലോവിങ് അല്ലേ. വിഴുങ്ങാനും ചരക്കാനും സംസാരിക്കാനൊക്കെ നമ്മുടെ ടങ് സഹായിക്കും. അപ്പോൾ നോസിന് എന്താണ്, സ്മെല്ല് ചെയ്യല്ലാത്ത വേറെയും ഫങ്ഷൻസ് ഉണ്ട്, ടങ്ങിനും വേറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫങ്ഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. What should be done to protect the tongue? Avoid eating extremely hot or cold food. Hot or cold ആയിട്ടുള്ള നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെയോ ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക. വിച്ച് ഓർഗൻ ഹെൽപ്സ് us recognize objects through touch? നമുക്ക് തൊട്ടുകണ്ട നമുക്ക് ഒബ്ജക്ട്സിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഓർഗൻ ഏതാണ്? സ്കിൻ. വാട്ട് സെൻസേഷൻ ക്യാൻ ദ സ്കിൻ ഡിറ്റക്ട്? എന്തൊക്കെ സെൻസേഷനുകളാണ് നമ്മുടെ സ്കിന്ന് തിരിച്ചറിയുക? ഹോട്ടാണോ എന്ന് അറിയാൻ പറ്റും, കോൾഡ് ആണോ എന്ന് അറിയാൻ പറ്റും, റഫ് ആണോ സ്മൂത്ത് ആണോ, അതിൻ്റെ പ്രഷറും തിരിച്ചറിയാൻ പറ്റും. വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്റ്റ് അവർ സ്കിൻ? നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? സ്കിൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ആവശ്യത്തിന് വെള്ളം എനഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്യണം, ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ഡയറ്റ്. ഇനി നെക്സ്റ്റ് എന്താണ്, വൈ ഷുഡ് വി അവോയ്ഡ് അൺസയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇയർ പെയിൻ? നമ്മൾ എന്തുകൊണ്ടാണ് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള
കാര്യങ്ങൾ ഇയർ പെയിൻ ചെവിക്ക് വേദന വരുമ്പോൾ ഒഴിവാക്കുന്നത്. കാരണം എന്താണ്, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹിയറിംഗ് ലോസിന് വരെ കാരണമാകും അല്ലേ. നമ്മുടെ മുത്തച്ഛനെ എന്നെ പാരൻ പറഞ്ഞതൊക്കെ എന്താണ്, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്കിൻ അപ്പാർട്ട് ഫ്രം ടച്ച്? ഈ ടച്ച് നമ്മുടെ സ്കിന്നിന് ഈ ടച്ച് ചെയ്യുക എന്നല്ലാതെ വേറെ എന്തൊക്കെ ഫങ്ഷനാണ് നമ്മുടെ സ്കിന്നിനുള്ളത്? ദ സ്കിൻ പ്രൊട്ടക്ട്സ് ദ ബോഡി, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. കൺട്രോൾ ടെമ്പറേച്ചർ, നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും. പിന്നെയോ എലിമിനേറ്റ്സ് വേസ്റ്റ് ത്രൂ സ്വെറ്റ്, നമ്മൾ വേർക്കുന്നതിലൂടെ കൂടി നമ്മുടെ വേസ്റ്റിനെ പുറന്തള്ളപ്പെടും. ഇതൊക്കെ ആരുടെ പണിയാണ്, ആരുടെ ഫീച്ചേഴ്സാണ്? നമ്മുടെ സ്കിന്നിൻ്റെ ഫീച്ചേഴ്സാണ്. ഇപ്പം നമ്മൾ നോസിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ടങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, സ്കിന്നിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞു. വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൻ വൈൽ സ്നീസിങ് ഓർ കഫിങ്, അത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഈ ചാപ്റ്ററായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. അപ്പം ഇത് മാത്രമല്ല കേട്ടോ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഫസ്റ്റ് പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആ പോർഷനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണുന്ന സ്റ്റുഡൻസ് അതിൻ്റെ കൂടെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.